ഫൈനലി നമ്മൾ റൈസസ് എന്ന സീസൺ 3 വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 2 കളിച്ചുകൊണ്ട് മാത്രം. അതെ, സീസൺ 2 മറ്റേ ഷോപ്പിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മള് റൈസസ് എംബിക്കകത്ത് സോളോ ആയിട്ടല്ല കളിക്കാൻ പോണത്, വിത്ത് ഈ പൊട്ടനോ ആയിട്ടുണ്ട് എൻസോ. സോ എൻസോയുടെ സ്കിൻ കാണുന്നില്ല. എൻസോനെ നമുക്ക് റിയലി എൻസോയുടെ ഫേസ് ആണ് കാണാൻ പറ്റുന്നത്. അത് എൻസോക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ശരിക്കും എൻസോ സ്കിന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഏതോ ഒരുത്തം വന്നിട്ട് എനിക്ക് പൈസ കുറച്ച് തന്നു. ആൻഡ് അത് 400 രൂപ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഞാനും എൻസോയും പൊട്ടറ്റോ മേടിച്ച് തിന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി /RTP അടിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എങ്ങോട്ടേലും പൂട്ടറ നല്ല സ്ഥലമാണെങ്കിൽ നിന്നെ ഞാൻ TP അടിച്ച് വരുത്താം. നല്ല സ്ഥലമാണെങ്കിൽ നീ മേടിച്ചു. നിനക്ക് ചിലപ്പോ നല്ല സ്ഥലം. എനിക്ക് നല്ല സ്ഥലമല്ല മച്ചാനെ. ഇതൊരുമാതിരി ഇത് വലിയ സുഖമില്ലാത്തൊരു സ്ഥലം. പ്ലെയിൻസും അല്ല, എന്നാ പിന്നെ ഫുള്ള് മറ്റേ വെള്ളമരമുള്ള സ്ഥലമാ. സോ ഗയ്സ്, അതുവരെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഈ സെർവറിന്റെ ഫീച്ചറും കാര്യങ്ങളും പറഞ്ഞുതരാം. ഐ തിങ്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫീച്ചറൊക്കെ. ഞാനായിരിക്കും അവസാനം വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഈ സെർവർ ഷോപ്പിംഗ് സിസ്റ്റം ഉള്ള സെർവറാണ്. അത് നമ്മുടെ വേസ്റ്റ് ഗെയിമർ സെർവർ. പോയല്ലേ വന്നു. നല്ല ഊച്ചാളി സ്ഥലമാണെങ്കിലും തൽക്കാലം ഇവിടെ സർവൈവ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് വേറെ എങ്ങോട്ടെങ്കിലും RTP അടിക്കാം. സോ തൽക്കാലം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇവിടെ എന്തായാലും ഷീപ്പുണ്ട്, നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും എൻജോയും കൂടി വുഡ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ഈ സെർവറിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. സോ നമ്മളൊരു സെർവറിൽ കളിക്കുമ്പോൾ വ്യക്തതയോടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പൊ നമ്മൾ പ്രോഗ്രസ് ആകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പ്രോഗ്രസ് ആകുന്നില്ല. ഒരു ക്രാഫ്റ്റ് ലെവൽ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കി വരണം. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ച് കുറച്ച് സ്റ്റോൺ ടൂൾസ് ആകാൻ കഴിയും. പിന്നെ ഞങ്ങൾക്ക് റൈസസിനെ പറ്റി കുറച്ചും കൂടി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വേസ്റ്റ് ഗെയിമർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവന്റെ വീഡിയോസിലുണ്ടാവും എല്ലാ വിവരങ്ങളും. അത് മാത്രമല്ല, അയ്യോ പ്രാന്താ, ഇതൊക്കെ നമ്മൾ എപ്പ കണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞ കർമ്മയാണ്, മനസ്സിലായില്ലേ? കർമ്മ. എന്റെ പഴയ വീഡിയോസ് കാണാതെ മനസ്സിലാവും. ഞാൻ MC ആയിട്ടൊരു ഹൊറർ മോഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ടൈമില് മൈൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു MC. അപ്പൊ അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഞാൻ മെകളിന്ന് അടച്ചിട്ടു. അതേ പരിപാടിയാണ് ഈ ചെറുക്കനിപ്പൊക്കെ കാണിച്ചത്. എന്ത് ചെയ്യാൻ, നമ്മളതൊക്കെ ഒരു മാസങ്ങൾക്ക് മുമ്പ് വിട്ട കേസാണ് അല്ലടാ. ഞാൻ 3-ലാണ് റെഡ് ഡിസ്റ്റൻസിലുള്ളൂ, കാരണം റെക്കോർഡ് ചെയ്യുമല്ലടാ. അപ്പൊ ഉള്ള സ്മൂത്തും കൂടി പോകും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യണൊക്കെ കൊടുത്തിട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആ ബേസ് പണിയുമല്ലോ, ബേസ് അല്ല എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുമല്ലോ, അവിടെ വരെ ആക്കിയിട്ട് ബാക്കി ഉള്ളത് എല്ലാ സൗണ്ട് കൊടുക്കും. അല്ലാതെ ഇതിന്റെ സൗണ്ട് കൊടുക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 3K ആണ്. പിന്നെ എൻജോ, നിനക്ക് ഷോപ്പ് എടുക്കാനും സെല് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആൻഡ് വലിയ ഡൗട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ. സോ എൻസോ, നമുക്കിപ്പോ PvP കളിക്കാൻ പറ്റത്തില്ല. കളിക്കണമെങ്കിൽ നീ /PP അടിക്കണം, മനസ്സിലായില്ലേ? ഇനി എന്താ പരിപാടി നോക്കട്ടെ. എനിക്ക് ഇനി RTP അടിക്കാൻ പറ്റും നോക്കട്ടെ. പറ്റും. നല്ല സ്ഥലത്തെത്തണേ. നല്ല സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. പ്ലെയിൻസ് ബയോ, ഒരു ഐലൻഡ്. മറ്റൊരു അടിപൊളി സ്ഥലം. നീ ഇപ്പൊ തന്നെ TP റിക്വസ്റ്റ് ഇട്ടു. അടിപൊളി സ്ഥലം. ഒരു ഉപകാരമുണ്ട്. നീ ഒരു ഷവൽ ഉണ്ടാക്കിയിട്ട് സാൻഡ് കൊയ്തോ ഒരു 2 മിനിറ്റ്. എന്നിട്ട് നമുക്ക് ഈ സാൻഡ് എടുത്ത് വിറ്റാ പോരെ, നല്ല പൈസ കിട്ടും. എത്ര? 30 രൂപ. 20 സാൻഡിന് 30, 40 സാൻഡിന് 60. അപ്പൊ ഒരു 3-4 സ്റ്റാർ വിട്ട് കഴിഞ്ഞാ കുഴപ്പമില്ലല്ലേ? എന്താ
ഡോളറല്ലേ അല്ല ശരിക്ക്? ബ്രോ ഓ ബെഡ് ഉണ്ടാക്കിയിട്ടില്ല. രാത്രി ആയിക്കൊണ്ടിരിക്കുക. ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ആ മതി. ആ കുഴപ്പമില്ല. Please enjoy. നമ്മൾ ഈ സെർവറിൽ റിച്ച് ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഒരു സ്റ്റാക്കഡ് പ്ലെയർ ആവണം എന്നാണ് ആഗ്രഹം. അല്ലടാ അഞ്ചോ? ചെയ്യണം. പ്ലീസ് സവാന ബയോമെങ്കിൽ സവാന ബയോ. നീയേ കീപ്പ് അടിച്ചിട്ട് വാ. എടാ വില്ലേജ് അത് നല്ലത്. വില്ലേജ് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം. ആയിക്കോട്ടോ. ഇവിടെ ഒരുപാട് ഹെയ്ബിൽസ് ഞാൻ കാണുന്നുണ്ട്. നീ അയൻകോളത്തിന് ഇപ്പൊ തന്നെ തട്ടാൻ പോകണം. എടാ മണ്ട റീസ്പോൺ പോയിന്റ് വെച്ചിട്ട് തട്ടടാ. ഓ ചത്ത് കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയടാ പട്ടി. ചത്ത് കഴിഞ്ഞാൽ കൊന്നു കളയുന്നു. പിന്നെ ഗൈസ് നിങ്ങൾക്ക് റൈസ് തമ്മി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി കളിച്ചു. സർവർ പബ്ലിക്കാണ്. അതുപോലെ തന്നെ ബെഡ്റോക്ക് പ്ലേസ് ജാവയാണ്. അതുണ്ടല്ലേ എൻജോ ഇപ്പോൾ ബെഡ്റോക്ക് പ്ലെയർ, ഞാൻ ജാവ പ്ലെയറാണ്. സോ ഓടി കയറിക്കോ മച്ചാനെ. ഹെയ്ബേൽസ് കളിച്ചതോ? ഹെയ്ബേൽസിനൊക്കെ എത്രയാവൂടാ ആ വില്ലേജില്? അതാർക്കും പറ്റാണ്ടിരിക്കത്തൊന്നുമില്ല. എല്ലാരും തലച്ചോറ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പറ്റുന്നതായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് മറക്കും. എടാ മരന്തൊന്ന് മാറിയിരിക്കും. കുറെ നേരമായി ഞാൻ ഇങ്ങോട്ട് മാറിക്കൂടും. ഇതിന്റെ വീഡിയോ കാണാൻ എനിക്ക് മനസ്സിലായിക്കോളും. കുറെ നേരമായി ചെറുക്കൻ. എടാ നിനക്ക് ഞാൻ ഒരു മോഡ് ഇട്ടിട്ടുണ്ട്, ഡൈനാമിക് ലൈറ്റ്. അപ്പൊ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വെട്ടം തെളിയും. നിനക്കത് കാണാൻ പറ്റുണ്ടോന്ന് അറിയത്തില്ല. നീ വന്നേ. അതോ നീയും ഡൈനാമിക് ലൈറ്റ് ഇട്ടാണോ നിനക്ക് കാണാൻ പറ്റുള്ളൂ? അറിയത്തില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ടോർച്ച് വയ്ക്കാണ്ട് തന്നെ. ഓക്കെ അയം കിട്ടി ഗൈസ്. ഫസ്റ്റ് ടൈം ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും കോൾ എടുക്കണ്ട്. കാരണം സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് ഉണ്ടാക്കാനായിട്ട് പല കോബിസ്റ്റോണൊക്കെ സ്മെൽറ്റ് ആക്കാനുള്ളതാ ഫുഡൊക്കെ. അപ്പോൾ കോൾ അത്യാവശ്യം വേണം. ഏതോ കേവിൽ സ്പോണായി. ഏതാ ഇത്? ആരുടെ ബേസാ? എടാ എന്നെ വേറെ ആരൊക്കെയോ എന്നെ വേറെ ആരുടെ ബേസിലോട്ടൊക്കെ ടി പി അടിച്ചു. അപ്പൊ ഞാൻ നിനക്കല്ല ടി പി റിക്വസ്റ്റ് ഇട്ടത്. എന്നിട്ട് ഓട്ടോ ഒക്കെ തന്ന്. ആ ഇവിടെ സെറ്റിലായിക്കോ. ഇത് നല്ലൊരു സ്ഥലമാണ് തോന്നുന്നത്. ഒരു ഷീൽഡ് ഉണ്ടാക്കുക. അല്ല എന്തായാലും ഇതിലൊരു വീട് തീരാൻ നേരത്ത് നമ്മളൊരു ഒരു ബേസ് സെറ്റ് ആക്കേണ്ട സ്ഥലവും കണ്ടുപിടിച്ച് അവിടെ ബെഡ് പരിചയമൊക്കെ വെച്ചിട്ട് നിർത്തണതാണ് നല്ലത്. ഇല്ലെങ്കിൽ കാണുന്നവർക്കൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. ഇവിടെ തൊട്ടടുത്ത് മറ്റേ ബേസ് ഉണ്ടാക്കാനും പറ്റൂടാ. തൊട്ടടുത്ത് ഒരുപാട് മരങ്ങളുണ്ട്. ഇനി ഒരു വില്ലേജ് കൂടെ കിട്ടിക്കഴിഞ്ഞാ മോനെ. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാട്ടാ. അവിടെ ഇവിടെ തന്നെ ഒരുപാട് പ്ലെയിൻസ് അങ്ങോട്ട് നിരന്നിരിക്കുക. മിക്കവാറും അവിടെയും കാണും വില്ലേജ്. പക്ഷെ പംകിനൊന്നും ഇല്ലടാവേ, അതാ പ്രശ്നം. പംകിൻ ഇല്ലാത്തോണ്ട് തിരയാനൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. പംകിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി തപ്പായിരുന്നു. അതുകൊണ്ട് അത് നിന്നെ ഞാൻ കണ്ട് ആയിട്ടുണ്ട്. നീ ആർമറൊക്കെ ഉണ്ടാക്കി. ഞാൻ ആർമർ ഉണ്ടാക്കുന്നില്ല. ഞാനേ ഇപ്പൊ തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാ. ഒരു 8 അടങ്ങി കിട്ടി. ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. എടാ നീ ചെസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ആ ചെസ്റ്റ് തുറക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നീ ട്രസ്റ്റ് എന്റെ പേരടിക്കണം കേട്ടോ. ഞാനും അടിക്കാം. ചെസ്റ്റ് ഉണ്ടാക്കിക്കോ. എന്നാലേ ചെറുക്കാൻ എനിക്ക്. അവൻ ആരടാ അവൻ? ഞാൻ ചോദിച്ചു, ഞാൻ കമന്റ് ചോദിച്ചാന്ന് വിചാരിച്ചില്ല. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ട്രസ്റ്റ് എൻസോ. എടി നിനക്കേ എടാ ഈ ചെസ്റ്റ് തുറന്നിട്ടുണ്ടോന്ന് ചോദിക്കാ. നീ പോയാ?
വുഡ് പണിയെടുത്ത് വയ്ക്കാൻ പറ്റില്ലായിരുന്നു. ചെറുക്കൻ എനിക്ക് സ്റ്റാക്ക് കണക്കിന് വുഡൊക്കെ തന്നു. സ്റ്റാക്ക് കണക്കിനില്ല എന്നാലും. എടാ പക്ഷെ പ്രശ്നമുണ്ടാ, ഇവിടെ തൊട്ടടുത്ത് ഓഷ്യൻ ഉണ്ടോ? ഓഷ്യൻ അല്ലെങ്കിൽ എന്തേലും വെള്ളമുള്ള എന്തിന്? വെള്ളം വേണ്ട ജീവിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യം, വെള്ളം എന്തേലും ഉണ്ടോ? ഒന്നുമില്ലല്ലേ. നോക്ക് കാണും. കാണണം. കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവം ഫാർമിങ്ങിന് ഇഷ്യൂസ് ഒക്കെ വരും. കണ്ടാ മതിയായിരുന്നു കോപ്പ്. വെള്ളം അത് നല്ലത്. കുറച്ച് മതി, ഒരു ബക്കറ്റായാലും കുഴപ്പമില്ല. അതെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മോനെ. അങ്ങോട്ട് നോക്കൂ. ഞാൻ കണ്ടു തരൂ. ബാക്കിൽ ബാക്കിലാ? അങ്ങോട്ട് പോ. ഞാൻ പോണേ അങ്ങോട്ട് പോ. ഇതായിരിക്കും നല്ല. നിനക്ക് എന്റെ ചെസ്റ്റ് തുറക്കാൻ പറ്റുണ്ടോ നോക്കി. ഉണ്ട്. ഓ ഫയ്യ. ഇനി നീയും ചെസ്റ്റ് നോക്കിയപ്പോ സ്ലാഷ് ട്രസ്റ്റ് എന്റെ പേര്. ഓക്കെ. വേറെ ആർക്കും സ്ട്രെസ് ഒന്നും കൊടുക്കില്ലട്ടോ. ഇനി വേറെ കണ്ടവന്മാരൊക്കെ വന്നിട്ട് ഇതിന്റെ ചെസ്റ്റ് ഒക്കെ തുറന്നിട്ട് ഐറ്റംസ് ഒക്കെ എടുക്കും. ഒരു 10 സെക്കൻഡ് കേസ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഡിസ്കോഡിനകത്ത് പുതിയൊരു സെർവർ തുടങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ മൈൻക്രാഫ്റ്റ് സെർവർ അല്ല, എൻ്റെ പേഴ്സണൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും മോഡറേറ്ററിനും എൻ്റെ ഫ്രണ്ട്സിനും കളിക്കാനും സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സെർവർ തുടങ്ങിയിട്ടുണ്ട്, മോനൂസ് സോൺ എന്ന് പറഞ്ഞിട്ട്. സോ സെർവറിൽ കയറാൻ താല്പര്യമുള്ളവരെല്ലാവരും കയറുക, കാരണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സോ ഡിസ്കോഡുള്ള എല്ലാവരും ഒന്ന് ജോയിൻ ആക്കുക. ഓക്കെ. ഷുഗർ കെയിൻ ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഇപ്പോൾ വീഡിയോ കണ്ട് ഇത്ര നേരം കണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ കൊളാബിൽ സെക്ഷനിലും പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവൻ്റെ ചാനലിൽ വീഡിയോ ആകും. അടിപൊളിയാണ് ഗൈസ്. ചെറുക്കൻ്റെ അടിപൊളിയാണ്. തമിഴിലൊക്കെ കിഡിലാണ് ഗൈസ്. സോ ഗൈസ് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞല്ലോ റോഡ് 3K.